വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രേക്ഷകരെയും ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മോർണിംഗ് ഗ്ലോറിയിലൂടെ കർത്താവ് നമ്മളോട് ഈ ദിവസങ്ങളെല്ലാം വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ മോർണിംഗ് ഗ്ലോറി 2026 പ്രവേശിച്ചതിന് ശേഷം ഓരോ ദിവസവും നമ്മൾ ഡയറിയിൽ നിന്ന് നമ്മൾ അന്നത്തെ വചനത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നും അതുപോലെ തന്നെ ചെയ്യുന്നത്. സോ ഈ ഡയറിയുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഡയറിയിൽ കുറിച്ചെടുക്കാം. അല്ലാത്ത വ്യക്തികൾക്ക് നിങ്ങൾക്ക് പല നോട്ട്ബുക്കുകളിലും ഫോണുകളിലും ടാബ്ലറ്റുകളിലൊക്കെ നിങ്ങൾക്ക് കുറിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഒരു കീ സ്പോൺസറുണ്ട്. ദുബായിൽ നിന്ന് വിനയ സാറ ജേക്കബാണ്. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. ഇന്ന് സിസ്റ്ററിൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 50 വർഷമായിട്ട് ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി സൂചകമായിട്ടാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൺ ദിസ് അമേസിങ് ബർത്ത്ഡേ. കർത്താവിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ് ഞങ്ങൾ ഓർക്കുന്നു. അപ്പോൾ തന്നെ ഓരോ സീസണിലും അവരുടെ ലൈഫിൽ കർത്താവിൻ്റെ സംരക്ഷണവും മാർഗനിർദ്ദേശവും സ്നേഹവും എല്ലാം അവരനുഭവിച്ചു. അതിനെ നന്ദി സൂചകമായിട്ടാണ്. ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ അങ്ങ് വഴി നടത്തി ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സിസ്റ്ററെ ഞങ്ങൾ സ്പെഷ്യലി ബ്ലെസ് ചെയ്യുന്നു. കർത്താവെ, ഓരോ വർഷവും കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യവും വിശ്വസ്തതയും എല്ലാം സാക്ഷ്യമായി ഇവർ നിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടി കർത്താവ് ഇവരുടെ ലൈഫിലുള്ള സകല കാര്യങ്ങളെയും അങ്ങ് കൂടി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നന്മ അവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോർഡ്, യു വിൽ ബ്രിങ് ഓൾ തിങ്സ് ടുഗെദർ ഫോർ ദ ഗുഡ് ഓഫ് ദോസ് ഹു ലവ് യു ഫാദർ. അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഈ കുടുംബത്തെയും സിസ്റ്റർ വിനയെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ബ്ലെസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടുതൽ അനുഗ്രഹങ്ങൾ, കൂടുതൽ വർഷങ്ങൾ കർത്താവ് നൽകട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാനും പാർട്ട്ണർ ചെയ്യാനും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ എൻ്റെ നമ്പറുണ്ട്. നിങ്ങൾക്കും ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. നമുക്ക് നാളെ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചുകളിൽ നമ്മുടെ സൺഡേ സർവീസ് നടക്കുന്നു. രാവിലെ 7:45 നമുക്ക് ഇംഗ്ലീഷ് സർവീസും അപ്പോൾ തന്നെ ഒരു ഹിന്ദി സർവീസും കൊച്ചിയിൽ വെച്ച് നടക്കുന്നു. 9:45 കൊച്ചിയിലും അപ്പോൾ തന്നെ എല്ലാ ബ്ലെസ്സിംഗ് സെൻറ്റേഴ്സിലും നമുക്കൊരു മലയാളം ആൻഡ് ഇംഗ്ലീഷ് ബൈലിംഗ്വൽ സർവീസ്, 2 ഭാഷയിലുമുള്ള സർവീസ് നടക്കുന്നു. സോ അതിലേക്ക് നിങ്ങൾക്ക് വന്നു ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ സാധിക്കും. സോ വി വെൽക്കം എവറിബഡി ടു ബ്ലെസ്സിംഗ് ടുഡേ ചർച്ച് ടുമോറോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയുടെ അവസാനത്തെ മോർണിംഗ് ഗ്ലോറിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. എത്ര പേരുടെ കയ്യിൽ നമ്മുടെ ഡിവോഷണൽ ഡയറി ഉണ്ട്? ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 2026 ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ. ഐ കോൾ ഇറ്റ് ഡിവോഷണൽ ഡയറി. 24-ാം തീയതി ജനുവരി 24 ശനിയാഴ്ച. ശരിയാണോ? നമുക്ക് നോക്കാം. ഫോക്കസ് വേർഡ് ഈസ് പ്രൊവിഷൻ. വാവ്, പ്രൊവിഷൻ, കരുതൽ, ദൈവത്തിൻ്റെ കരുതൽ. സോ എക്സൈറ്റിംഗ്. എല്ലാവരും പ്രൊവിഷൻ, ദൈവിക കരുതൽ അല്ലെങ്കിൽ കരുതൽ എന്ന വേർഡ് ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഒരാൾക്ക് 10 പ്രാവശ്യം ഇടാം, 100 പ്രാവശ്യം ഇടാം, നോ പ്രോബ്ലം. ഈ ഓരോ വേർഡുകളൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, അതുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ചില പരിപാടികളൊക്കെ നമ്മുടെ വ്യക്തിത്വത്തിൽ ചെയ്യും. അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത്. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ലാക്ക് നത്തിങ്. സാം 23 and verse number 1. അതാണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. സങ്കീർത്തനങ്ങൾ 23:1. കർത്താവിൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഡെക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്, പ്രഖ്യാപനം. The Lord is my provider. I walk in abundance and contentment today. ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനായതുകൊണ്ട് ഞാൻ അവൻ്റെ സമൃദ്ധിയിലും സംതൃപ്തിയിലും ഇന്ന് ജീവിക്കുന്നു. ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനായതുകൊണ്ട് ഞാൻ അവൻ്റെ സമൃദ്ധിയിലും സംതൃപ്തിയിലും ജീവിക്കുന്നു. അതൊന്ന് ടൈപ്പ് ചെയ്യണം. എഴുതിയെടുക്കുന്നവർ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ചിലർക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല, നോ പ്രോബ്ലം. നിങ്ങൾ ചെയ്യേണ്ടത് പേനയെടുത്ത് ഇന്നത്തെ പേജിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് വചനങ്ങളും എക്സ്ട്രാ വചനങ്ങളും ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻ്റുകളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ചിലരുണ്ട് അതും ചെയ്യും, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, എല്ലാം ചെയ്യും, നോ പ്രോബ്ലം. അല്ലാത്തവർ ഇത് മുഴുവൻ ചെയ്യുക. അതിന് ശേഷം തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ളത് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഫുൾ നോട്ട്സ് ഇടാം,
ഇടയ്ക്ക് വരുന്ന പഞ്ചുള്ള ചില സാധനങ്ങളൊക്കെ കാണും, അതിടാം. ഇതൊക്കെ ഒരു സാക്ഷ്യമാണെന്നേ, കർത്താവിന് വേണ്ടി സാക്ഷിയാണ്. അതുപോലെ ഇതൊക്കെ ഒരു 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 ഡെക്ലറേഷനാണ്, നമുക്ക് തന്നെ നമ്മെ തന്നെ ബലപ്പെടുത്തുന്ന, നമ്മളെ തന്നെ എനർജൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത്. ഓക്കെ, ബൈബിൾ റീഡിംഗ് പ്ലാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ചെയ്യുന്നുണ്ടോ? അതത് ദിവസത്തെ വചനഭാഗങ്ങൾ വായിക്കുകയും ഒരു ചതുരം കൊടുത്തിട്ടുണ്ട്, അവിടെ ടിക്ക് ചെയ്യുക. ദൈവികമായ കരുതലിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. നമ്പർ 1, ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ പ്രൊവിഷൻ. എന്തെല്ലാം ഇന്ന് ജീവിതത്തിലുണ്ടോ, ജീവശ്വാസം ഉൾപ്പെടെ എന്തെല്ലാം ലൈഫിൽ ഇന്നുണ്ടോ, ഉടുപ്പ്, ചെരുപ്പ്, വാച്ച്, മൊബൈൽ ഫോൺ, കിടക്ക, പുതപ്പ്, വാഹനങ്ങൾ, പൈസ, സമ്പാദ്യങ്ങൾ, ചിലക്ക് കുറവ് ചിലക്ക് കൂടുതൽ, പക്ഷേ ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ്. ആമേൻ പറയാമോ? ദൈവമാണ് എല്ലാ നന്മകളുടെ അഥവാ സപ്ലൈയുടെയും ഉറവിടം. അതിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ തന്നെ Psalm 23:1, The Lord is my shepherd, I lack nothing. കർത്താവിൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടായില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതൊക്കെയോ വചന ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇതെഴുതുന്ന സമയത്ത് ദാവീദ് മുട്ട് മാത്രമേ ഉള്ളൂ. ഏതോ ഇടയബാലനായിരുന്നൊക്കെ സമയത്തെങ്ങാണ്ടുമാണ് ഇത് എഴുതിയത്. ആ സമയത്ത് തനിക്ക് മുട്ടേ ഉള്ളൂ. സാമ്പത്തികമായ വലിയ കാര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ സ്ഥാനമില്ല, ആരും പറഞ്ഞാൽ താൻ പറഞ്ഞാൽ തൻ്റെ വാക്കിനൊരു വില പോലുമില്ല. അങ്ങനൊരു സമയത്താണ് ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ലാക്ക് നത്തിങ് എന്നെഴുതുന്നത്. അപ്പോൾ ചിലരൊക്കെ ഈ 23-ാം സങ്കീർത്തനം ബൈ ഹാർട്ട് പഠിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യം അത് പറയുമ്പോൾ അകത്തൊരു സംഘർഷം ഉണ്ടാവും. ജീവിതം അങ്ങനെയല്ലല്ലോ. ഈ പ്രാവശ്യവും ഈ ശമ്പളം മേടിച്ചിട്ടൊന്നും തികയുന്നില്ല, മുട്ടുണ്ടാകുകയില്ലെന്ന് പറഞ്ഞാലും മുട്ടേ ഉള്ളൂ. എല്ലാത്തിനും അവരുടെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണിത്? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയിട്ട് ഈ സങ്കീർത്തനം പറയണ്ട, ഇപ്പോഴത്തെ അവസ്ഥ നോക്കി പ്രഖ്യാപിക്കേണ്ട. നാളുകളിൽ ദൈവം അവസ്ഥകളെ മാറ്റുമെന്ന് കണ്ടിട്ട് ഇപ്പോൾ പ്രസ്താവിക്കുക. അതാണ് വിശ്വാസം. എന്തെങ്കിലും നമുക്ക് കിട്ടിയ ശേഷം, കർത്താവിൽ നിന്ന് അനുഗ്രഹം വന്ന ശേഷം പറയുന്നത് സാക്ഷ്യമാണ്. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അവിടെയാണ് വിശ്വാസം പ്രകടമാകുന്നത്. ലഭിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രഖ്യാപിക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ അതിൻ്റെ പേര് വിശ്വാസം. ലഭിച്ച ശേഷം പറയുന്നത് സാക്ഷ്യം. എഴുതി വെക്കുക. അതൊന്ന് ലൈവ് ചാറ്റിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടുക, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക പ്ലീസ്. ലഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ പേര് വിശ്വാസം. ലഭിച്ച ശേഷം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് സാക്ഷ്യമാണ്, അത് പ്രൈസ് റിപ്പോർട്ടാണ്. ഓക്കെ, ഗോഡ് ഡസ് നോട്ട് മിയർലി ഗീവ് പ്രൊവിഷൻ, ഹി ഈസ് ദ ഷെപ്പേർഡ് ഹു ഗീവ്സ്. ചുമ്മാ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നൊരു ദൈവമല്ല. അവൻ നമ്മുടെ ഇടയനായി മാറുന്നു, എന്ന് പറഞ്ഞാൽ പരിപാലകനായി മാറുന്നു. ഹീസ് അവർ ഷെപ്പേർഡ്. വെൻ ദ ഷെപ്പേർഡ് ഈസ് പ്രസൻറ്റ്, ലാക്ക് ഈസ് ആബ്സെൻറ്റ്. അതിൻ്റെ അർത്ഥം ഇടയൻ നമ്മുടെ ജീവിതത്തിൽ ഹാജരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മുട്ടു മുഴുവൻ മാറിപ്പോവും, അത് തീർന്നു പോവും. യാക്കോബിൻ്റെ ലേഖനം 1:17 വായിച്ച് നോക്കി. എവ്രി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് ഫ്രം എബവ്, കമ്മിങ് ഡൗൺ ഫ്രം ദ ഫാദർ ഓഫ് ദ ഹെവൻലി ലൈറ്റ്സ്, ഹു ഡസ് നോട്ട് ചേഞ്ച് ലൈക്ക് ഷിഫ്റ്റിംഗ് ഷാഡോസ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന്, സ്വർഗീയ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് തന്നെ വരുന്നു. അവനിൽ ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല, അഥവാ നിഴലുകൾ മാറുന്നത് പോലെ അവന് മാറ്റമില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു മൂഡ് സ്വിങ്ങും ഇല്ലാത്ത, മാറ്റമില്ലാത്ത ദൈവത്തിൽ നിന്നാണ് നമുക്ക് നല്ലതും തികഞ്ഞതുമായ സകല ദാനങ്ങൾ ലഭിക്കുന്നത്. അഥവാ എല്ലാ നമുക്ക് ലഭിക്കുന്ന സകല കാര്യങ്ങളുടെ ഉറവിടം ദൈവമാണ്. ഇതാദ്യം നമ്മൾ സമ്മതിക്കണം. നമ്പർ 2, ഗോഡ് പ്രൊവൈഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. ദൈവം നമുക്ക് നൽകുന്നത്
അവൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണമാണ്. എഴുതി വെക്കുക. ഞാൻ പറയുന്ന ഓരോ പോയിൻ്റുകളും എഴുതി വെക്കണം. മിടുക്കന്മാർ, മിടുക്കികൾ അതേസമയം തന്നെ ടൈപ്പ് ചെയ്തിടാം കമൻറ്റ് സെക്ഷനിൽ. എന്നാൽ എല്ലാം കൂടി പറ്റുന്നില്ല, നോ പ്രോബ്ലം. ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കുക, പഠിക്കുക, എഴുതുക. അതിനുശേഷം നിങ്ങൾക്കത് ടൈപ്പ് ചെയ്തിടാം. ഫിലിപ്പ് ലേഖനം 4:19 വളരെ ഫേമസ് ആണ്. ആൻഡ് മൈ ഗോഡ് വിൽ മീറ്റ് all your needs according to the riches of his glory in Christ Jesus. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എന്ത് ചെയ്യും? മഹത്വത്തോടെ തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്ത് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കുന്ന വചനമാണല്ലേ. സോ പ്രൊവിഷൻ ഈസ് നോട്ട് ലിമിറ്റഡ് ടു അവർ എക്കോണമി, ഇറ്റ് ഫ്ലോസ് ഫ്രം ഹെവൻ സപ്ലൈ. നമ്മുടെ സാമ്പത്തികമോ സാമ്പത്തിക ശാസ്ത്രമനുസരിച്ചുമല്ല ദൈവത്തിൽ നിന്നുള്ള സപ്ലൈ നമ്മിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സപ്ലൈ ഒരിക്കലും നമ്മുടെ സാമ്പത്തികമനുസരിച്ച് പരിമിതപ്പെടുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ ശമ്പളം, നമ്മുടെ വരുമാനം, നമ്മുടെ ടേൺ ഓവർ, അതനുസരിച്ചല്ല ദൈവത്തിൻ്റെ സപ്ലൈ വരുന്നത്. ദൈവത്തിൻ്റെ സപ്ലൈ വരുന്നത് ഇറ്റ് ഫ്ലോസ് ഫ്രം ഹെവൻസ് സപ്ലൈ, ഹെവൻസ് ബൗണ്ടി. സ്വർഗത്തിൽ എത്ര ഭയങ്കരമാണ്, എത്രത്തോളം ഇരിക്കുന്നു, അതിൽ നിന്നാണ് സപ്ലൈ. സ്വർഗത്തിലെ മഹിമാധനത്തിന് ഒത്തവണ്ണം, അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നു. Psalm 34:10 ഒന്ന് വായിച്ചു നോക്കി. സങ്കീർത്തനങ്ങൾ 34:10 The lions may grow weak and hungry, but those who seek the Lord lack no good thing. Wow. ബാലസിംഹം ഇരകിട്ടാതെ വിശന്നിരിക്കും. ചില ട്രാൻസ്ലേഷനുകളിൽ യങ് ലയൺസ് എന്ന് തന്നെ പറഞ്ഞിരിക്കുക. ദ യങ് ലയൺസ് മേ ഗ്രോ വീക്ക് ആൻഡ് ഹംഗ്രി. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും എന്ന് പറഞ്ഞാൽ ബാലസിംഹങ്ങൾ എല്ലാവരും ഇപ്പോൾ ഫാസ്റ്റിങ്ങിലാണ്. കാരണം ഒന്നും കിട്ടുന്നില്ല. അവരെ കുറേ നാളായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഈ ബാലസിംഹങ്ങളൊക്കെ ഉണങ്ങി നായയുടെ പോലെയായി, അതുപോലെ ഉണങ്ങിയിരിക്കുക. ബട്ട് ദോസ് ഹു സീക്ക് ദ ലോർഡ് ലാക്ക് നോ ഗുഡ് തിങ്. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടില്ല, മുടക്കമില്ല. ഇതൊക്കെ വിശ്വസിക്കണം. എപ്പോൾ വിശ്വസിക്കണം? ഒന്നുമില്ലായ്മയിൽ വിശ്വസിക്കണം. ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ പറയാൻ നമുക്ക് മനസ്സിനൊരു പിടുത്തം കാണും. കാരണം അതുപോലത്തെ സ്ട്രഗിളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ പോകുന്നത്. സ്വന്തമായൊരു വീടില്ല, വീട്ടിൽ നല്ലൊരു കലമില്ല, നല്ല പാത്രങ്ങളില്ല, നല്ലൊരു കുക്കറില്ല, നല്ലൊരു ഫ്രിഡ്ജില്ല, നാളെ എന്താവുമെന്ന് അറിയില്ല, വരുമാനമില്ല, കടത്തിൽ മുങ്ങി കുളിച്ച് സ്നാനപ്പെട്ട് നിൽക്കുക, കടത്തിൽ. ഇപ്പം ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ എങ്ങനെ പറയും വാഗുണ്ട്? 34 സങ്കീർത്തനത്തിൻ്റെ 10 പറയാൻ പറ്റുമോ? ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുമെന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു മുട്ടുണ്ടാകുകയില്ല. ഇവിടെ വീട്ടിൽ പട്ടിണി, അർദ്ധപ്പട്ടിണിയാണ്, പിള്ളേർ ബഹളമാണ്, എന്ത് ചെയ്യുമെന്നറിയില്ല. ആ സമയത്തൊക്കെ പറയാൻ പറ്റുമോ? പറയാൻ വലിയ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ പറയണം. അതാണ് ദാവീദ് ചെയ്തത്. താനന്ന് രാജാവല്ല, താനന്ന് ഒന്നുമല്ലാത്ത കാലത്ത് താനിത് പറഞ്ഞു, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ഇശായി എൻ്റെ ഇടയനാകുന്നു എന്നല്ല പറഞ്ഞത്. ഇശായി ആരാ? അദ്ദേഹത്തിൻ്റെ ഫാദർ. ജെസ്സെ ഈസ് മൈ ഷെപ്പേർഡ്. നോ, എൻ്റെ അപ്പനാണ്. അങ്ങനെ പറഞ്ഞില്ല. ഒത്തിരി പേർക്കൊന്നും ഭൂമിയിലെ പിതാവിലേക്കാണ് കണ്ണ്. അങ്ങനെ അത് മാറ്റണം. സ്വർഗത്തിലെ പിതാവിലോട്ട് കണ്ണുയർത്തണം. ഭൂമിയിലെ പിതാക്കന്മാർ ലിമിറ്റഡാണ്. ഓക്കെ. ദ ലയൺസ് മേ ഗ്രോ വീക്ക് ആൻഡ് ഹംഗ്രി, ബട്ട് ദോസ് ഹു സീക്ക് ദ ലോർഡ് ലാക്ക് നോ ഗുഡ് തിങ്. നമ്മൾ വളരെ തീരെ ചെറുതായിരുന്ന സമയത്ത് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആകുലത ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാലില്ല. ഭക്ഷണത്തെക്കുറിച്ച് വല്ലതും നമുക്ക് ആദ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. സമയത്ത് നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് തരും. അപ്പോൾ ഗ്രോസറിയെക്കുറിച്ചും മിൽക്കിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും നമുക്കന്ന് ആദിയില്ലായിരുന്നു. ഇതുപോലെ തന്നെ സ്വർഗത്തിലെ പിതാവ് കാര്യങ്ങൾ ചെയ്യും എന്ന് മനസ്സിലാക്കി നമ്മൾ ആദി വിട്ട് ഒഴിയണം. നമ്പർ 3, ഗോഡ് പ്രൊവൈഡ്സ് ഇൻ എവ്രി സീസൺ. ഏത് സീസണിലൂടെ പോയാലും ദൈവം നമുക്ക് വേണ്ടത് തരും എന്ന് വിശ്വസിക്കണം. വിശ്വസിക്കാമോ? ജനസിസ് 22:14 എന്ന് വായിച്ച് നോക്കണം. അതായത് ഉൽപ്പത്തി പുസ്തകം 22:14. സോ എബ്രഹാം കോൾഡ് ദ പ്ലേസ് ദ ലോർഡ് വിൽ പ്രൊവൈഡ്, ആൻഡ് ടു ദിസ് ഡേ ഇറ്റ് ഈസ് സെഡ് ഓൺ ദ മൗണ്ടൻ ഓഫ് ദ ലോർഡ് ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ്.
ഏത് സാഹചര്യത്തിലും ഏത് സീസണിലും കർത്താവ് കരുതുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ സാഹചര്യം അറിയാമല്ലോ. സ്വന്തം മകനെ യാഗമായി അർപ്പിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. അത് ചെയ്യുന്ന സമയത്ത് ദൈവം അത്ഭുതകരമായി കൃത്യസമയത്ത് ഒരു ആടിനെ കരുതി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇട്ട പേരാണ് ദ ലോർഡ് വിൽ പ്രൊവൈഡ്, ജെഹോവ ജാര. എത്രയോ പാട്ടുകൾ, എത്രയോ പ്രസംഗങ്ങളൊക്കെ അതിൽ നിന്നുണ്ടായി. ഡ്യൂട്രോണമി 2:7, ആവർത്തന പുസ്തകം 2:7, ഫോർ ദ ലോർഡ് യുവർ ഗോഡ് ഹാസ് ബ്ലെസ്ഡ് യു ഇൻ ഓൾ ദ വർക്ക് ഓഫ് യുവർ ഹാൻഡ്സ്. നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കരങ്ങളുടെ പ്രവൃത്തി അനുഗ്രഹിക്കും. ഹി ഹാസ് വാച്ച്ഡ് ഓവർ യുവർ ജേർണി ത്രൂ ദിസ് വാസ്റ്റ് വിൽഡർനെസ്. ഈ വിശാലമായ മരുഭൂമിയിലൂടെ, മണലാരണ്യത്തിലൂടെയുള്ള നിൻ്റെ യാത്ര അവൻ കണ്ടിരിക്കുന്നു. Those 40 years the Lord your God has been with you. ഈ 40 വർഷം ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാതും ഒരു ദിവസം പോലും ആബ്സെൻ്റ് ഇല്ല, ദൈവം കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ മേഘത്തൂണും അഗ്നിത്തൂണും ഒക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ രീതിയിൽ, അല്ലെങ്കിൽ കാണാവുന്ന രീതിയിൽ ദൈവം കൂടെ നടന്നു, ദൃശ്യമായ രീതിയിൽ. ഇന്ന് ദൈവം നമ്മളോട് കൂടെ ഇട്ടു, പക്ഷേ ആരും കാണുന്നില്ല. എന്നാൽ വിസിബിൾ, ഏത് കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിൽ ദൈവം കൂടെ നടന്നു. ആൻഡ് യു ഹാവ് നോട്ട് ലാക്ഡ് എനിത്തിങ്. ഇങ്ങനെ ദൈവം കൂടെ ഇരുന്നത് കൊണ്ട് ഇന്ന് വരെ നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് ദൈവം പറയുന്നത്. ഗോഡ് പ്രൊവൈഡ്സ് ഇൻ അബണ്ടൻസ് ആൻഡ് ഇൻ വിൽഡർനെസ്. സമൃദ്ധമായ കാലത്തും മരുഭൂമിയിലും അവൻ നടത്താനും കരുതാനും ശക്തൻ. മരുഭൂമിയിൽ കർത്താവ് അവരെ അങ്ങനെ നടത്തിയെങ്കിൽ കനാൻ നാട്ടിലെത്തിയപ്പോൾ, പാലും തേനും ഒഴുകുന്ന നാട്ടിൽ എത്തിയപ്പോൾ അങ്ങനെ നടത്തി. നമ്പർ 4, ഒബീഡിയൻസ് പൊസിഷൻസ് അസ് ഫോർ പ്രൊവിഷൻ. നമ്മൾ ദൈവകൽപ്പനകൾ അനുസരിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും സപ്ലൈ ആയി ലഭിക്കുന്നത്. മാത്യു 6:33 ഒന്ന് നോക്കി. ബട്ട് സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ആൻഡ് ഹിസ് റൈച്ചസ്നസ് ആൻഡ് ഓൾ ദീസ് വിൽ ബി ഗിവൻ ടു യു ആസ് വെൽ. മുമ്പ് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം എന്നുദ്ദേശിക്കുന്നത് ഭൂമിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ. അത് തൊട്ട് മുമ്പോട്ടുള്ള വചനങ്ങളിൽ 25-ാമത്തെ വചനം തുടങ്ങി നോക്കിയാൽ അറിയാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലേ, പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വന്ന് ആഹാരത്തെക്കുറിച്ച് വിചാരപ്പെടരുത്, വസ്ത്രത്തെക്കുറിച്ച് എന്ത് തിന്നും, എന്ത് കുടിക്കും, ഇങ്ങനെയുള്ള എല്ലാം പറഞ്ഞു വന്ന ശേഷമാണ് കർത്താവ് പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഇതെല്ലാം തന്നേക്കാം. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? തിന്നാനുള്ള കാര്യങ്ങൾ, കുടിക്കാനുള്ള കാര്യങ്ങൾ, ബേസിക് നീഡ്സ് ഓഫ് ലൈഫ്. ഡ്യൂട്രോണമി 28:1-2 വായിച്ച് നോക്കണം. ആവർത്തന പുസ്തകം 28:1-2. If you fully obey the Lord your God and carefully follow all his commands I give you today, the Lord your God will set you high above all the nations of the earth. All these blessings will come on you and accompany you if you obey the Lord your God. Obey the Lord your God. അപ്പോൾ നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഞാൻ നിന്നെ സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. ചെറിയ പരിപാടിയൊന്നും നല്ലത് എന്ന് മാത്രമല്ല, ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് കിട്ടും. അതിനുശേഷം 14-ാമത്തെ വചനം വരെ, ആവർത്തന പുസ്തകം 28:1-14 വരെ പോകണം. കുറേയധികം ലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഭവനം പ്രതിഷ്ഠിക്കുന്ന സമയത്തൊക്കെ ഇതെല്ലാം എന്ന് വായിക്കും, അങ്ങോട്ട് റിലീസ് ചെയ്യും, ഇതൊക്കെ ഉണ്ടാകട്ടെ. അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ വിളിക്കുന്നത് ദ ബ്ലെസ്സിങ് ഓഫ് ഒബീഡിയൻസ് എന്നാണ്. അനുസരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്നാണ് ആ 14 വചനങ്ങളിലുള്ള എല്ലാത്തിനെയും വിളിക്കുന്നത്. ഈ ഭൗതിക അനുഗ്രഹങ്ങളുടെ ലിസ്റ്റാണെന്നൊക്കെ പറഞ്ഞാലും ആക്ച്വലി ഫിസിക്കൽ ബ്ലെസ്സിങ് എന്നൊക്കെ പറയും നമ്മൾ, പക്ഷേ ആക്ച്വലി ദീസ് ആർ ബ്ലെസ്സിങ്സ് ഓഫ് ഒബീഡിയൻസ്. അനുസരിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. പറഞ്ഞേ, അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങൾ. സോ പ്രൊവിഷൻ ഫ്ലോസ് വേർ അലൈൻമെൻറ്റ് എക്സിസ്റ്റ്. ദൈവവുമായി അനുസരണത്തിലൂടെ അലൈൻ ചെയ്യുമ്പോഴാണ് സപ്ലൈ ഒഴുകുന്നത്. നൗ നമ്പർ 5, God uses many channels to provide. ദൈവത്തിന് നമുക്ക് വേണ്ടി നൽകാൻ പല വഴികളുണ്ട്. ഉദാഹരണത്തിന് 1 രാജാക്കന്മാർ 17:4-6 വരെ വായിക്കുമ്പോൾ, 1 Kings 17:4-6, You will drink from the brook, and I have directed the ravens to supply you with food there.
അവിടെ ഏലിയാവിനോട് ദൈവം പറയുന്നൊരു ഭാഗമാണ്, നീ അവിടെ പോയി കെരീത്ത് തോട്ടിൻ്റെ അടുത്ത് പോയിരുന്നു, അവിടെ ചില കാക്കയോട് ഞാൻ കൽപ്പിക്കും, കാക്ക വന്ന് നിനക്ക് ഭക്ഷണം തരും. മനുഷ്യരല്ല, ഒരു ബേർഡാണ് വരുന്നത്. കാക്ക ഒരു സാധനം കൈകൊണ്ട് കൊടുക്കില്ല. നമ്മുടെ കയ്യിലുള്ള തട്ടിക്കൊണ്ടു പോകുന്ന പക്ഷിയാണ് കാക്ക. പക്ഷേ ഇവിടെ അതങ്ങ് തിരിച്ചു. കർത്താവ് തിരിച്ചിട്ട് ഒരു മനുഷ്യനും ഏലിയാവിനെ പോറ്റാനില്ലാത്തപ്പോൾ ഈ പ്രവാചകന് വേണ്ടി ഒരു ലഞ്ച് കൊടുക്കാൻ, വീട്ടിൽ വിളിച്ചൊരു ഡിന്നർ കൊടുക്കാൻ ആരുമില്ലാത്തപ്പോൾ ദൈവം എന്ത് ചെയ്തു? കാക്കയോട് പറഞ്ഞു, യു ഡു യുവർ ഡ്യൂട്ടി. കാക്ക കൃത്യസമയത്ത് കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. ആ ഭാഗം മുഴുവൻ അതിന് താഴേക്കെല്ലാം വായിക്കുമ്പോൾ, പക്ഷെ കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? അടുത്ത വഴി തുറന്നു, സാരഫാത്തിലെ വിധവയുടെ അടുക്കലേക്ക് അയക്കുന്നു. സോ ഇങ്ങനെ പല ചാനലുകൾ ദൈവം ഉപയോഗിക്കും. ഇൻ അതർ വേർഡ്സ്, ഗോഡ് മേ യൂസ് പീപ്പിൾ, സിസ്റ്റംസ്, ബിസിനസ് ഓർ മിറക്കിൾസ്, ബട്ട് ദ സോഴ്സ് ഈസ് ഓൾവേസ് ഹിം. അതാണ് നമ്മൾ അറിയേണ്ടത്. ചില സമയത്ത് നമ്മുടെ സാലറി തന്നെ കൊണ്ട് കാര്യങ്ങൾ നടക്കും. ചിലപ്പോൾ സാലറിയിലൊരു ഇൻക്രിമെൻറ്റ് കിട്ടും, ഇൻസെൻറ്റീവ് കിട്ടും, ബോണസ് കിട്ടും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തരുന്നു, ആരെങ്കിലും എന്തെങ്കിലും ഒരു സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഗം, മറ്റൊരു മാർഗം. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ കഴിയും. നമ്പർ 6, ഗോഡ്സ് പ്രൊവിഷൻ പ്രൊഡ്യൂസസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ജനറോസിറ്റി. ദൈവത്തിൻ്റെ കരുതൽ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്നത് അത് നമ്മൾ ഭയങ്കരമായ 2 കാര്യങ്ങൾ ഉളവാക്കണം. 1 നന്ദി, 2 ഉദാരമനസ്കത. ഇത് രണ്ടും ഉണ്ടാകണം. വാ, ദിസ് ഈസ് പവർഫുൾ. 2 Corinthians 9:8, 2 Corinthians 9:8 എല്ലാവർക്കും അറിയാലോ. 2 Corinthians 8-ാം അധ്യായവും 9-ാം അധ്യായവും മൊത്തം പണത്തെക്കുറിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് ഗിവിങ്ങിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ച്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് എല്ലാം അവിടെ ഉണ്ട്. ഗോഡ് ഈസ് ഏബിൾ ടു ബ്ലെസ് യു അബണ്ടൻ്റ്ലി സോ ദാറ്റ് ഇൻ ഓൾ തിങ്സ് അറ്റ് ഓൾ ടൈംസ് ഹാവിങ് ഓൾ ദാറ്റ് യു നീഡ് യു വിൽ അബൗണ്ട് ഇൻ എവ്രി ഗുഡ് വർക്ക്. അവിടെ പറയുന്നത് എന്താണ്? ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും, ഐശ്വര്യമായി അനുഗ്രഹിക്കും. സോ ദാറ്റ് ഇൻ ഓൾ തിങ്സ് അറ്റ് ഓൾ ടൈംസ് having all that you need, you'll abound in every good work. നിങ്ങൾ സകലത്തിലും എല്ലായ്പ്പോഴും എല്ലാമുള്ളവരായി നിന്നുകൊണ്ട് സകല സൽപ്രവൃത്തിയിലും നിങ്ങൾ വർദ്ധിച്ചു വരും. അപ്പോൾ 2 കാര്യം മനസ്സിലായോ. 1, ദൈവത്തിൽ നിന്നും പലതും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ദൈവത്തോടൊരു ഭയങ്കരമായ നന്ദി ഉണ്ടാകണം. നന്ദിയുണ്ടോ? നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. എനിക്ക് ദൈവത്തോട് നന്ദിയുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പീപ്പിൾ ആർ താങ്ക്ലെസ്. പൊതുവെ മനുഷ്യർ നന്ദിയില്ലാത്തവരാണ്. പൊതുവെ മനുഷ്യർ നന്ദിയില്ലാത്തവരാണ്. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ? കാശ് കൊടുത്തിട്ടുണ്ടോ? ആർക്കും വല്ലാത്ത ക്രൈസിസിലായിരുന്ന സമയത്ത് ചിലരൊക്കെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? ചില സമയത്ത് അവർ താങ്ക് യു പോലും പറയില്ല. ചിലർ താങ്ക് യു പറയും, പിന്നെ കാണില്ല. ചില കുറച്ച് നാളുണ്ടാകും, പിന്നെ മറന്നേ പോവും. പാനപാത്രവാഹകൻ മറന്നു കളഞ്ഞില്ലേ യോസഫിനെ? നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒരിക്കലൊരു ഇംഗ്ലീഷ് കവിതയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ വായിച്ചത് ഞാൻ ഓർക്കുന്നു. ഈ ഒരു മനുഷ്യൻ ഒത്തിരി പേർക്ക് ഉപകാരം ചെയ്തു, ഒരാൾ പോലും ഒരു താങ്ക് യു പോലും പറഞ്ഞില്ല. അവസാനം അദ്ദേഹം ഏതൊരു നായ്ക്ക് എന്തോ ഭക്ഷണം കൊടുത്തു. ആ നായ അതിനുശേഷം ഒരു പ്രത്യേക ഭാവത്തിൽ ഒരു എക്സ്പ്രഷൻ തന്നോട് കാണിച്ചു, നന്ദിയുടെ ഒരു എക്സ്പ്രഷൻ. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, തൻ്റെ വീട്ടിൽ ഏതൊരു പാമ്പ് കയറുന്ന എല്ലാവരും പേടിക്കും. പക്ഷേ അദ്ദേഹം ജസ്റ്റ് വീക്ഷിച്ചുകൊണ്ടിരിക്കും. അവിടെ വന്ന് എവിടെ നിന്ന് വെള്ളം കുടിക്കുകയോ എന്തോ ചെയ്ത ശേഷം പോകുന്ന വഴിക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്നിട്ടാണ് പോയത്. അദ്ദേഹം ആ ജസ്റ്ററിനെ എടുത്തത് തന്നോടൊരു താങ്ക് യു പറഞ്ഞതായിട്ടാണ്. ഇതുപോലും മനുഷ്യർ കാണിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഇംഗ്ലീഷ് പോയമാണ്. സോ പ്രൊവിഷൻ ഈസ് നോട്ട് ജസ്റ്റ് ടു സസ്റ്റെയിൻ അസ്, ഇറ്റ് ഈസ് ഓൾസോ ടു make us grateful to God and also to make us a blessing to others.
ദൈവം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നൽകുന്നത് നമ്മളെ പോറ്റി പുലർത്തി നിലനിർത്തി മരണം വരെ ഇങ്ങനെ നടത്തുക എന്നുള്ള ഉദ്ദേശത്തിനപ്പുറത്ത് നമ്മുടെ അകത്ത് ദൈവത്തോടൊരു നന്ദിയും ആരാധനയും. ഞാൻ ചോദിക്കുക, നമ്മളൊക്കെ എത്രയോ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. പക്ഷേ ഉള്ളിൽ നന്ദി ഉണ്ടെങ്കിൽ നാളെ ഞായറാഴ്ചയാണ്, ആരാധനയ്ക്ക് വരൂ? അതോ ഏതെങ്കിലും ഫങ്ഷനുകൾ, പ്രോഗ്രാമുകൾ, കൂട്ടുകെട്ടുകൾ, ഫ്രണ്ട്സുമായിട്ട് അവിടെ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നു, പഴയ ക്ലാസ്മേറ്റ്സുമായിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, ഇങ്ങനെ ഓരോ സൺഡേയും നമ്മൾ കളയുവാണോ? അതോ ആഴ്ചയിൽ ഒന്നെങ്കിലും, ബാക്കി ദിവസങ്ങളൊക്കെ പ്രവൃത്തി ദിവസമാണ്, ടാർഗറ്റ് ഭയങ്കരമാണ്, ഓക്കെ പക്ഷേ ഒരു ദിവസമെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഒന്ന് നന്ദി പറയാൻ, ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ, ഒന്ന് പാടി സ്തുതിക്കാൻ നമ്മൾ വേർതിരിക്കുമോ? ഇല്ലെങ്കിൽ നമ്മൾ നന്ദി കെട്ടവരാ. പാമ്പിനുള്ള നന്ദി പോലും, പട്ടിക്കുള്ള നന്ദി പോലും നമുക്കില്ലെന്ന് വരില്ലേ? 2, നമ്മൾ ജനറോസിറ്റി കാണിക്കണം. അത് ദൈവിക ശുശ്രൂഷകൾക്ക് കൊടുക്കണം, ദരിദ്രർക്ക് കൊടുക്കണം. ഇതിൽ 2ലും അങ്ങനെയാണ് ഇതിൽ വളരുന്നത്. പ്രാർത്ഥിക്കട്ടെ, കൈനീട്ട്. കർത്താവേ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ ഒരാഴ്ച മുഴുവൻ ഞങ്ങളെ ഈ മോർണിംഗ് ഗ്ലോറിയിൽ അനുഗ്രഹിച്ചല്ലോ, നന്ദി. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, പ്രൊവിഷൻ കൂടുതൽ അനുഭവിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ. അത്യല്പത്തിൽ വിശ്വസ്തരാകാൻ സഹായിക്കണമേ. സ്നേഹത്തിൽ വളർന്നു വരാൻ സഹായിക്കണമേ. ജീവിതത്തിലൊരു പ്രത്യേക ഉദ്ദേശം ഉണ്ടാകാൻ സഹായിക്കണമേ. ഈ കഴിഞ്ഞ 6 ദിവസങ്ങളിലായി, ഇന്ന് ഉൾപ്പെടെ, ഓരോ ദിവസവും ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാം ക്രോഡീകരിച്ച് ദൈവത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൈനീട്ടം. രോഗികൾ സൗഖ്യമാകട്ടെ. കണ്ണുകൾക്കെന്തോ മങ്ങലുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഓർമ്മ ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്ന ആരെയോ കർത്താവ് തൊടുന്നു, യേശുവിൻ്റെ നാമത്തിൽ വ്യത്യാസം ഉണ്ടാകട്ടെ. തൈറോയിഡ് ഗ്ലാൻഡുകൾക്ക് പ്രശ്നമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ വിടുവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ബ്രസ്റ്റിലുള്ള ചില പ്രയാസങ്ങൾ, മുഴകൾ, അതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ക്യാൻസർ സൗഖ്യമാകട്ടെ. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൽ നിന്ന് ജനങ്ങളെ ബ്ലസ് ചെയ്തിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ ആമേൻ. ധാരാളമായി കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.